ഒരു യൂട്യൂബ് ചാനലും അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടില്ലാത്ത അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത 10 കിടിലൻ അണ്ടർ റേറ്റഡ് ഇംഗ്ലീഷ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഫിലിംസ് ആയാലോ? എന്താ, എനിക്ക് ത്രില്ലർ സിനിമകളുടെ വിഭാഗത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേസന്വേഷണം അഥവാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടങ്ങളാണ്. ഈ ആരാണ് കുറ്റവാളി എന്ന് നമ്മളും കൂടി മനസ്സുകൊണ്ട് ഗസ് ചെയ്ത് പ്രേക്ഷകരെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കൊണ്ടുപോകുന്ന ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി കൂടി വികസിക്കും. അതൊരു മൈൻഡ് ഗെയിം ആണെന്ന് തന്നെ പറയാം. സോ ഇതാ 10 കിടിലൻ അണ്ടർ റേറ്റഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ്. Bang. Number 10. ജാക്ക് ദ റിപ്പർ എന്ന പേര് കേട്ടാൽ തന്നെ ലണ്ടൻ നഗരം ഞെട്ടും. ജാക്ക് അണ്ണനാണെങ്കിൽ ഇരകളാക്കിയിരുന്നത് വേശ്യാവൃത്തി ചെയ്യുന്ന യുവതികളെയും, അതും അതിക്രൂരമായിട്ടാണ് അവരെ കൊല്ലുന്നത്. പുള്ളിയെ പിടിക്കാൻ വേണ്ടി എത്തുന്നത് നമ്മുടെ ജോണി ഡപ്പണ്ണൻ. 1888 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കിടിലൻ പീരിയഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം. 2001 ഹ്യൂ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത് പുറത്തു വന്ന ഫ്രം ഹെൽ. തീരും വരെ ത്രില്ലടിപ്പിക്കുന്ന പടം. കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല പെർഫോമൻസ്, നല്ല ഇമോഷണൽ രംഗങ്ങൾ. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഈ പടം നിങ്ങൾക്ക് ആമസോൺ പ്രൈമിലും അതുപോലെ ആപ്പിൾ TV പ്ലസിലും റെന്റിൽ കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 6.7 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 52 മിനിറ്റ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കുതിരവണ്ടിയിൽ അവനെത്തും. നമ്പർ 9. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഫിലിപ്പ് മാർലോ പാതിരാത്രി 3 മണിക്ക് തന്റെ പൂച്ചയ്ക്ക് ഫുഡ് മേടിക്കാൻ പുറത്തിറങ്ങിയതാണ്. തുടർന്ന് കൂട്ടുകാരൻ ടെറിക്ക് മെക്സിക്കോയിലേക്ക് ഒരു റൈഡും പുള്ളി നൽകുന്നു. തിരിച്ചു വന്ന പുള്ളിക്കാരൻ ഒരു മർഡർ കേസിൽ അകപ്പെടുന്നു. അധികമാരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു കിടിലൻ അണ്ടർ റേറ്റഡ് ത്രില്ലർ ചിത്രം. 1973 റിലീസായ ദ ലോങ് ഗുഡ് ബൈ. തുടക്കമൊക്കെ രസകരമായിട്ട് പോകുന്ന പടം ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇതെന്ത് തേങ്ങയാണെന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷെ വിഷമിക്കേണ്ട, ഒരു കിടിലൻ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെ പടം സമ്മാനിക്കും. നമ്മുടെ അർണോൾഡ് ഷ്വാസനിഗർ സിനിമയിൽ സ്റ്റാർ ആകുന്നതിന് മുമ്പ് പുള്ളി ചെയ്ത ഒരു അൺക്രെഡിറ്റഡ് ക്യാമിയോ റോള് ഈ പടത്തിലുണ്ട്, ഒരു ഗുണ്ടയായിട്ട്. പടം ആമസോൺ പ്രൈമിൽ റെന്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 52 മിനിറ്റ്. ക്ലൈമാക്സ് ചുമ്മാ പൊളിയാണ്. നമ്പർ 8. ഒരു വെബ്സൈറ്റ് വഴി ആളുകളെ കൊല്ലുന്നത് ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരു സൈക്കോ കില്ലർ. FBI സൈബർ ക്രൈം ഡിറ്റക്റ്റീവ് ജെനിഫറും കൂട്ടാളിയായിട്ടുള്ള ഗ്രിഫിനും കൂടി അയാൾക്ക് പിന്നാലെ പോകുന്നതാണ് ഈ പടത്തിന്റെ കഥ. ചിത്രം 2008 റിലീസായ അൺട്രേസബിൾ. വലിയ ട്വിസ്റ്റുകളൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടാണ് പടം പോകുന്നത്. എങ്കിലും ഗംഭീരമൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു ഡീസന്റ് ത്രില്ലറാണ്. 1 മണിക്കൂർ 40 മിനിറ്റ് ആണ് പടത്തിന്റെ ദൈർഘ്യം. ഈ സിനിമ ജിയോ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 6.2 ഔട്ട് ഓഫ് 10. എന്തൊക്കെ തരം സൈക്കോകളാണ്. നമ്പർ 7. മോസ്കോയിലെ ഗോർക്കി പാർക്കിൽ മഞ്ഞിൽ പുതഞ്ഞ 3 മൃതദേഹങ്ങൾ. ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മുഖവും കൈവിരലുകളും ഒക്കെ വികൃതമായിട്ട് കീറി മുറിച്ച് നശിപ്പിച്ച നിലയിലാണ് കാണപ്പെട്ടത്. കേസ് അന്വേഷിക്കാനെത്തിയ പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അർക്കാഡി റെൻകോ ഈ ഹീനകൃത്യത്തിന്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ചിത്രം 1983 റിലീസായ ഗോർക്കി പാർക്ക്. ഈ പടത്തിന്റെ കഥ റഷ്യൻ ഗവൺമെന്റിന് എതിരാണെന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻ ഈ ചിത്രം മോസ്കോയിൽ ഷൂട്ട് ചെയ്യുന്നത് തടഞ്ഞു. തുടർന്ന് സ്വീഡനിലെ സ്റ്റോക്ക്ഹാം ാണ് റഷ്യയിലെ ഗോർക്കി പാർക്കായിട്ട് സെറ്റ് ഇട്ടിട്ട് പടം ഷൂട്ട് ചെയ്തത്. ഒറ്റ ഇരിപ്പിനെ കണ്ടു തീർക്കാവുന്ന വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഡീസന്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അങ്ങനെ വലിയ ട്വിസ്റ്റോ അപ്രതീക്ഷിതമായിട്ടുള്ള ക്ലൈമാക്സോ അങ്ങനെയൊന്നും പടത്തിലില്ല, എങ്കിലും പടം നിങ്ങളെ പിടിച്ചിരുത്തും. ഭയങ്കര രസമുള്ള 80s വൈബ് നൽകുന്ന BGM ഈ പടത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ മഞ്ഞും മിസ്റ്ററി എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഡ്യൂറേഷൻ 2 മണിക്കൂർ 8 മിനിറ്റ്. IMDb റേറ്റിംഗ് 6.7 ഔട്ട് ഓഫ് 10. പടത്തിലെ നായിക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്പർ 6. പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ടോം വെല്ലസിനെ മിസ്സിസ് ക്രിസ്റ്റ്യൻ എന്ന സമ്പന്നയായ പ്രായമായ ഒരു സ്ത്രീ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. അതിലൂടെ ചുരുൾ നിവരുന്നത് ഒരു മർഡർ കേസായിരുന്നു. ചിത്രം 1999 റിലീസായ 8mm. മികച്ച തിരക്കഥ, നല്ല സംവിധാനം, നിക്കോളാസ് കേജിന്റെ മികച്ച പ്രകടനം, കൂടാതെ വോക്കിൻ ഫിനിക്സും പടത്തിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് 18+ രംഗങ്ങളുണ്ട്, സോ കാണുമ്പോൾ ശ്രദ്ധിക്കുക. ബട്ട് ഇതൊരു കിടിലൻ ത്രില്ലർ പടമാണ്. പടം നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡ്യൂറേഷൻ 2 മണിക്കൂർ 3 മിനിറ്റ്. IMDb റേറ്റിംഗ് 6.6 ഔട്ട് ഓഫ് 10. ഇതിനൊക്കെ എന്താ ഇത്രയും കുറഞ്ഞ റേറ്റിംഗ് കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. നമ്പർ 5. വിധവയായിട്ടുള്ള ആനിക്ക് ചില പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നടന്ന കാര്യങ്ങളും നടക്കാൻ പോകുന്ന സംഭവങ്ങളും ഒക്കെ സിക്സ്ത് സെൻസ് പോലെ പുള്ളിക്കാരിക്ക് ദൃശ്യമാകും. ഈ കഴിവ് വെച്ചിട്ട് കാണാതായ ഒരു യുവതിയെ കുറിച്ച് അവൾ അന്വേഷിക്കാൻ പോകുന്നതാണ് ഈ പടത്തിന്റെ കഥ. ചിത്രം 2000 റിലീസായ ദ ഗിഫ്റ്റ്. ഈ പേരിൽ വേറെ ഒരുപാട് സിനിമകളുണ്ട്, അതുമായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇത് 2000 ഇറങ്ങിയ പടമാണ്. കേറ്റ് ബ്ലാൻചെറ്റ് ആണ് പടത്തിൽ നായികയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിയാനു റീവ്സ് ഒക്കെ ഒരു പ്രധാന വേഷത്തിൽ സിനിമയിൽ വരുന്നുണ്ട്. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കിടിലൻ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു നല്ല പടം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പടം ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പ്ലാറ്റ്ഫോമിലും ലഭ്യമല്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും. IMDb റേറ്റിംഗ് 6.7 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 52 മിനിറ്റ്. ഹൊററുമാണ്, ത്രില്ലറുമാണ്. നമ്പർ 4.
ഒരു ചെറുകിട കള്ളനെ ആരോ രാത്രി വെടിവെച്ചു കൊല്ലുന്നു. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ സഹായിയായിട്ട് ജോലി ചെയ്യുന്ന യുവതി പിറ്റേ ദിവസം ട്രെയിൻ അപകടത്തിൽ മരിക്കുന്നു. പരസ്പര ബന്ധമില്ലാത്ത ഈ രണ്ട് മരണങ്ങളെക്കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ അന്വേഷണം ആരംഭിക്കുന്നു. കിടിലൻ പടമാണ് ചിത്രം. 2009 റിലീസായ സ്റ്റേറ്റ് ഓഫ് പ്ലേ. ബെൻ അഫ്ലേക്കും അതുപോലെ റസൽ ക്രോവുമാണ് പടത്തിൽ പ്രധാന വേഷങ്ങളിൽ വന്നത്. ഗംഭീര തിരക്കഥയുള്ള ഈ സിനിമ തമിഴിൽ റീമേക്ക് ചെയ്ത് ഹിറ്റ് അടിച്ചിട്ടുണ്ട്. ഏതാവണമെന്ന് അറിയാവോ? ഈ ചിത്രം ആമസോൺ പ്രൈമിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. IMDb റേറ്റിംഗ് 7.1 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 7 മിനിറ്റ്. നമ്പർ 3, അഴിമതിക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് റിക്ക്. ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനിടെ അത് കാണാനായിട്ട് വന്ന ഡിഫൻസ് സെക്രട്ടറി കൊല്ലപ്പെടുന്നു. റിക്ക് ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ഈ സിനിമയുടെ കഥ. ചിത്രം 1998 റിലീസായ സ്നേക്ക് ഐസ്. നിക്കോളാസ് കേജ് ആണ് നായകനായിട്ട് വരുന്നത്. പക്ക അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കിടിലൻ ത്രില്ലർ പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്തായാലും അങ്ങനെ അധികം പറഞ്ഞു കേൾക്കാത്തതെന്നൊരു വിഷമം മാത്രമാണ് ബാക്കിയുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയും ഇന്ത്യയിൽ തൽക്കാലം ഒരു പ്ലാറ്റ്ഫോമിലും സ്ട്രീം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ പവർ ഉപയോഗിക്കേണ്ടി വരും. ഡ്യൂറേഷൻ 1 മണിക്കൂർ 38 മിനിറ്റ് മാത്രമാണ്. IMDb റേറ്റിംഗ് 6.1 ഔട്ട് ഓഫ് 10. നമ്പർ 2, അമേരിക്കൻ പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മകൾ ക്യാപ്റ്റൻ എലിസബത്ത് ക്രൂരമായ നിലയിൽ കൊല്ലപ്പെടുന്നു. സൈന്യത്തിലെ തന്നെ ഡിറ്റക്റ്റീവ് പോൾ ബ്രണ്ണറും സാറാ സൺഹിലുമാണ് കേസ് അന്വേഷിക്കാനെത്തുന്നത്. 1999 ഇറങ്ങിയ ഒരു ഗംഭീര ത്രില്ലർ എന്ന് തന്നെ പറയാം. പക്ഷെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നാണ് കേട്ടിട്ടുള്ളത്. ചിത്രം ദ ജനറൽസ് ഡോട്ടർ. ജോൺ ട്രവോൾട്ട, മെഡ്ലൈൻ സ്റ്റോ തുടങ്ങിയവരാണ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. പടം 18+ ആണ്, കുട്ടികളെ കാണിക്കരുത്. ചിത്രം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന് IMDb കൊടുത്തിരുന്ന റേറ്റിംഗ് 6.4 ഔട്ട് ഓഫ് 10 ആണ്. ഡ്യൂറേഷൻ 1 മണിക്കൂർ 56 മിനിറ്റ്. 50 ഷെയ്ഡ്സ് ഓഫ് ഗ്രേ. നമ്പർ 1, സാന്റിയാഗോയിലേക്ക് സ്ഥലം മാറി ഡിറ്റക്റ്റീവ് ജോൺ ബെർലിൻ വന്ന അതേ ദിവസം തന്നെയാണ് അവിടെ ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്നും പോലീസിന് ഒരു കൈപ്പത്തി ലഭിക്കുന്നത്. അതൊരു യുവതിയുടെ കൈപ്പത്തിയായിരുന്നു. പക്ഷേ ഇത് പഴയ പലതിന്റെയും തുടർച്ചയുമായിരുന്നു. ബെർലിൻ ആ കേസ് അന്വേഷിക്കുന്നതാണ് പടത്തിന്റെ കഥ. മഞ്ഞും മിസ്റ്ററിയും ഒപ്പം റൊമാൻസും ചേർന്ന ഒരു കിടിലൻ പടമാണ്. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചിത്രം 1992 ഇറങ്ങിയ ജെനിഫർ 8. ആൻഡി ഗാഷിയയും ഉമാ ടെർമനുമാണ് പടത്തിലെ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. ക്ലൈമാക്സ് ഒക്കെ പൊളിയാണ്. ഒരു പക്ക അണ്ടർ റേറ്റഡ് ക്ലാസിക് ത്രില്ലർ എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ചിത്രം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 6.3 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 4 മിനിറ്റ്. പൊളിപ്പടം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ പല സിനിമകളും ആരും തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. ചില പടങ്ങളൊക്കെ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവരും കാണും. സോ എൻജോയ് മാമോയ്.